കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നതിനെ അനുകൂലിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ പി.സി.സി അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചു. ഹൈക്കമാൻഡ് ഇന്ന് വിളിച്ച യോഗത്തിൽ മുല്ലപ്പള്ളി പങ്കെടുക്കില്ല. ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, ഇന്ന് യോഗം ചേരാനിരിക്കുന്നു. പക്ഷേ അതിനിടയിലും ഈ പുനഃസംഘടന സംബന്ധിച്ച ഇന്നത്തെ കാര്യത്തിൽ അതൊരു അജണ്ടയേ അല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനിടയിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം വരുന്നത്. കെ സുധാകരനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണോ അദ്ദേഹം കടക്കുന്നത്? അമൃത, നേതൃമാറ്റം ഒരു അജണ്ടയിലില്ലെന്ന് നേതാക്കൾ കൂട്ടത്തോടെ ആവർത്തിക്കുമ്പോൾ പോലും നേതൃമാറ്റം എന്നൊരു വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ പല നേതാക്കന്മാരും സംസാരിക്കുന്നത്. അവർ പരസ്യമായ മാധ്യമങ്ങളോട് പറയുമ്പോൾ പ്രസിഡന്റിനെ മാറ്റുന്നത് ഇപ്പോൾ തീരുമാനിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതേസമയം ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ഒരു ഐക്യ സന്ദേശം നൽകാൻ വേണ്ടിയുള്ള ഒരു യോഗം തന്നെയാണ് ഇന്ന് വിളിച്ചു ചേർക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിട്ടുനിൽക്കുന്ന കാര്യം അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ പങ്കെടുത്തേക്കില്ല എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ അത് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം അതിനിതുവരെ ആയിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൃത്യമായി തന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് കത്ത് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അധ്യക്ഷനായിരിക്കണം എന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. കാര്യം ഒരു പ്രതിസന്ധിയുടെ സമയത്ത് പ്രതിസന്ധിയിൽ കരകയറ്റാൻ പറ്റുന്ന ഒരു നേതാവിനെയാണ് ഉണ്ടാകേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പരോക്ഷമായിട്ട് തന്നെ കെ സുധാകരനെ മാറ്റുന്നതിന് ഒരു അനുകൂല നിലപാട് കൂടി അദ്ദേഹത്തിന്റെ മനസ്സ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ പല നേതാക്കന്മാരായി പല സമയത്ത് ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് 95% നേതാക്കന്മാരും കെ സുധാകരൻ മാറണം, അത് അദ്ദേഹത്തിന്റെ അനാരോഗ്യം മൂലം മാറണം എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചത്. വ്യക്തിപരമായി ആരും കെ സുധാകരനെ എതിർത്തിട്ടില്ല. മാത്രമല്ല കെ സുധാകരനെ ഒരു അപമാനിച്ചുകൊണ്ട് കെ.പി.സി.സി അധ്യക്ഷ കസേരയിൽ നിന്ന് ഇറക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ല. ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു നേരത്തെ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിൽ സുനിൽ കനകുലു പറഞ്ഞിരിക്കുന്നത്. കാരണം പാർട്ടിയെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജസ്വലനായ ഒരു പ്രസിഡന്റിനെയാണ് ഇപ്പോൾ പാർട്ടിക്ക് ആവശ്യം. കാര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഇതുകൂടാതെ അതിന് തൊട്ടു പിന്നാലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത വർഷം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സമയത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റിനെയാണ് ഈ പാർട്ടിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഒത്തു ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രസിഡന്റിനെ വേണം എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം താൻ ഒഴിഞ്ഞാൽ തന്നെ താൻ നിർദ്ദേശിക്കുന്ന ആളെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണം എന്നൊരു ആവശ്യം തന്നെയാണ്, എന്നൊരു വ്യവസ്ഥ തന്നെയാണ് ചർച്ചയിൽ ഇതിനകം തന്നെ കെ സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കെ സുധാകരന്റെ മനസ്സിലിരിപ്പ് കെ മുരളീധരനെ തിരികെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാണ്. പക്ഷേ കെ സുധാകരൻ ഒഴികെ ബാക്കി ഒരു നേതാവ് പോലും കെ മുരളീധരനെ ഇതുവരെ പിന്തുണച്ചിട്ടില്ല. സുധാകരനെ പിന്തുണക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം 2 ദിവസത്തിനുള്ളിൽ തന്നെ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാര്യം കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ട എന്ന നിലപാട് ശക്തമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് കെ മുരളീധരനും അതേപോലെ തന്നെ ശശി തരൂരും. പ്രധാനപ്പെട്ട യോഗങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഐ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ കാര്യം സംഘടന കേരളത്തിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരു കെ.പി.സി.സി പ്രസിഡന്റിയാണ് ആവശ്യം എന്ന നിലപാടിലാണ് ഭൂരിഭാഗം നേതാക്കന്മാരും എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു നേതൃമാറ്റം സംബന്ധിച്ച അജണ്ടകൾ ഇല്ലെങ്കിൽ പോലും വരും ആഴ്ചകളിൽ ഇത് വളരെ സജീവമായിട്ട് തന്നെ ഇത്തരം ചർച്ചകൾ തുടരുകയാണ്. പ്രത്യക്ഷത്തിൽ കെ സുധാകരനെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും ഈ പാർട്ടിയിലെ എല്ലാവരെയും ഒരുമിച്ച് നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവ് നേതൃസ്ഥാനത്തേക്ക് വരണം എന്നാണ് ഈ കത്തിൽ പരാമർശിക്കുന്നത് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ കെ സുധാകരന് അവിടെ വീഴ്ച പറ്റി അല്ലെങ്കിൽ പാളിച്ച പറ്റി അങ്ങനെ ഒരു നിലപാട് മുല്ലപ്പള്ളിക്കുണ്ട് എന്നാണോ കരുതേണ്ടത്? ഈ സുധാകരന് പാളിച്ച പറ്റി എന്നൊരു നിലപാട് ഒരിടത്തും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ തരത്തിലുള്ള ഒരു ചർച്ചകൾ പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്തുന്ന ഒരു ചർച്ചകൾ നടക്കുമ്പോൾ അത് തൻ്റെ ആഗ്രഹം എന്താണ് എന്നുള്ളൊരു കാര്യം മനസ്സ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായി കെ സുധാകരനെ അദ്ദേഹം ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. മാത്രമല്ല മുല്ലപ്പള്ളി എന്ന നേതാവ് ഒരിക്കലും ഒരു നേതാവിനെയും വ്യക്തിപരമായി പരസ്യമായി ആക്ഷേപിക്കുന്ന ഒരു നിലപാട് എടുക്കുന്ന നേതാവല്ല. അതുകൊണ്ട് തന്നെ സുധാകരനെ വ്യക്തിപരമായി ആക്രമിക്കുകയല്ല, പകരം ഒരു പ്രസിഡന്റ്
വരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. സാധാരണ നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ. സുധാകരനും പരസ്യമായി തന്നെ ആ തരത്തിലുള്ള ഒരു അജണ്ടയിൽ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ചർച്ച വളരെ സജീവമായി തന്നെ നിലനിർത്തുന്നു എന്നുള്ള അതിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി അയച്ചിരിക്കുന്ന കത്ത്. ഈ മുല്ലപ്പള്ളി അയച്ചിരിക്കുന്ന കത്തിൽ ഇനിയൊരു പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ അത് സജീവമായി എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാവുന്ന പ്രസിഡന്റ് ആയിരിക്കണം. ഒരു പ്രതിസന്ധി കാലമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഒരു പ്രസിഡന്റിന്റെ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടി തന്റെ നിലപാട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. ശരി, മല്ലികാർജുൻ ഖാർഗെയ്ക്ക് മുല്ലപ്പള്ളി കത്ത് അയച്ചിരിക്കുകയാണ്. നേതൃമാറ്റം വേണം എന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനും എന്നാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്.